അപ്പം നമ്മുടെ അങ്ങയുടെ പേര് അരുൺകുമാർ AG. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾക്കൊരു ലൈസൻസ് കിട്ടിയിരിക്കുക, എവിടെ വേണമെങ്കിലും പരിശോധിക്കാം, ആരുടെയും പെർമിഷൻ വേണ്ട. ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചോണം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ മാക്സിമം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ എക്സൈസ് അതിനുവേണ്ടി മാക്സിമം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും എത്താവുന്നിടത്തെല്ലാം നമ്മൾ എത്തുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. തൃപ്പൂണിത്തുറ പൊതുവെ എങ്ങനെയാണ് സ്ഥിതി? പൊതുവെ ഹോട്ട്സ്പോട്ടായിട്ട് 4-5 സ്ഥലങ്ങളുണ്ട്. അവിടെ കൃത്യമായ ഒരു പെട്രോളിംഗ്, കൃത്യമായ കേസെടുക്കുന്നതും മറ്റു കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. പൊതുവെ നിങ്ങൾ കണ്ടെത്തി കച്ചവടക്കാരുടെ രീതി എങ്ങനെയാണ്? പിള്ളേർ സെറ്റാണോ? അത് കൂടുതലും പിള്ളേർ സെറ്റിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. പിള്ളേർക്ക് എപ്പോഴും ഇത്രയും കാശുണ്ടാക്കണമെന്നൊക്കെ ഒരു ആർത്തി വന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് മൊബൈലിന്റെ അതിപ്രസരം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൈസ വേണമെന്ന് തോന്നുന്നു അല്ലേ? അത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള രീതികൾ കാണുക, അതായത് കെ ബാൻഡ് പോലുള്ള അല്ലെങ്കിൽ കെ ബ്യൂട്ടി പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് അവർ കാണുന്നതും. മറ്റു കാര്യം അനിമെ പോലുള്ള ഈ അനിമേഷനും അതോടൊപ്പം തന്നെ വയലൻസ് കൂടുതലുള്ള ആണ് കാണുന്നത്. അക്രമാവസ്ഥനെ കൂടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനായിട്ട് അതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുമ്പോൾ കർക്കശമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. എന്തൊക്കെയാലും ഉറപ്പായിട്ടും അതോടൊപ്പം തന്നെ 40 വർഷത്തെ മാധ്യമ രംഗത്തെ അതികായകൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് എല്ലാവരും ഇത് തുടർന്നുകൊണ്ടിരിക്കണം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിലേക്ക് അവസാനിപ്പിക്കത്തില്ല. നമ്മൾ ഇതിനായിട്ടൊരു എല്ലാവരുടെ അറിവിലേക്ക് പറയാണ്, SKN40 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരവും അതിൽ കിട്ടും. ഈ പരിപാടി നമ്മൾ 40 കൊല്ലം കടന്ന് 41 കടന്നാലും ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ നമുക്ക് നിയമ സംവിധാനങ്ങളും പോരായ്മയല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. നമുക്ക് എല്ലാവർക്കും യൂണിക് ഐഡിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ കൃത്യങ്ങൾ ചെയ്താൽ തന്നെ ആ യൂണിക് ഐഡിയയിൽ ഇപ്പം നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഒക്കെ ചെയ്യുമ്പം ഒരു പാരലായിട്ടുള്ളൊരു ഇതിലേക്ക് നമ്മൾ കയറി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും, ബാങ്ക് അക്കൗണ്ട്സും എല്ലാ ട്രാൻസാക്ഷനും. അതേ കണക്ക് തന്നെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആര് ചെയ്താലും ശരി അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിക് ഐഡിയയുടെ ഭാഗമായിട്ട് അതൊരു ഏജൻസിയുടെ രൂപത്തിൽ അതിൻ്റെ കാര്യങ്ങളല്ല. ഇപ്പം എക്സൈസ് ചെയ്താലും പോലീസ് ചെയ്താലും ആരാണെങ്കിലും ശരി അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് എത്തണം. അവർക്ക് കൃത്യമായി ചെറിയ നല്ല ഐഡിയയാണ്. ചെറിയ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കണം. കാര്യം അസാധാരണ സാഹചര്യമാണ്. താങ്ക് യു. അപ്പൊ താങ്കൾ ആലുവ മുതലേ നമ്മുടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും കൂടെ ഉണ്ടോ? ഇത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എറണാകുളം ജില്ല, ആലുവ റെയിൽവേ സ്റ്റേഷൻ. സാനിഫ് ആലുവ. ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. മുസ്ലിം ലീഗിന്റെ നൈറ്റ് മാർച്ചിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തതാണ്. യൂത്ത് ലീഗ് ഇതിന് ശക്തമായിട്ട് എതിരെയുള്ള എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ റംലാന് ഒരു ദിവസം ഫുൾ നൈറ്റ് മാർച്ച് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടത്തിയായിരുന്നു. ഇതെന്ന് വെച്ചാൽ കേരളത്തിലൊരു മഹാവിപത്താണ്. ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ് തൊട്ട് ഇന്ന് പിള്ളേർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളുടെ ബാഗുകൾ മറ്റുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലാണ്ട് മക്കളായിട്ട് ഒരിക്കലും സംസാരിക്കാണ്ടിരിക്കരുത്. അതാണ്. അപ്പോൾ എൻ്റെ പേര് വിശ്വനാഥൻ. ഞാൻ പൂർണ്ണത്രേശ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ്. മാത്രവുമല്ല ഞാൻ സ്കൂൾ PTA ഒരു 18 വർഷം സജീവമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ അന്തരിച്ച ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സാറ് SPC അവതരിപ്പിച്ചത്. അത് വൻ വിജയമാണ്. കുട്ടികളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിന് അത് വഴിവെച്ചിരുന്നു. അത് എല്ലാ സ്കൂളുകളിലും അവതരിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഗവൺമെന്റിൽ നിന്നുണ്ടാവണം. അത് വൻ വിജയം ഇപ്പോഴും നല്ല വൻ വിജയമായിട്ട് നടക്കുന്നു. നമ്മളത് സർക്കാരിനെ ശക്തിപ്പെടുത്താം. അപ്പോൾ നമ്മൾ വാക്കരൂരിലേക്ക് വരും. നമ്മൾ അതിന് മുമ്പ് ഒരു കുറച്ച് 4-5 വാർത്ത വായിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയും പാടുണ്ടോ? ഇതുവരെ ഇറങ്ങിയില്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കാൻ ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ കൂടെ. ഈ സാധനം എന്നെ പുതപ്പിക്കാനല്ലേ? ഓക്കെ നമുക്ക് ഇത് ശരിക്കും പുതപ്പിക്കേണ്ട മറ്റോമാരെ, ആരെ MDMA വെക്കുന്നമാരെ.